ക്യൂബയിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇന്ന് വൈകിട്ട് അവരെല്ലാം കാണുന്നുണ്ട്. അവർ ഇന്ത്യയിലെ ഒരു സന്ദർശനത്തിന് വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മളവിടെ പോയിരുന്നു. അന്ന് മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, ഞാനും ആ ഡെലിഗേഷനൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യരംഗത്ത് വളരെയേറെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ക്യൂബ. അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളിൽ സ്പോർട്സ് ഉൾപ്പെടെ, ടൂറിസം ഉൾപ്പെടെ പല മേഖലയിൽ അവർക്ക് മുന്നേ പുരോഗതി ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖലയും സ്പോർട്സും മറ്റുമാണ്. അപ്പോൾ ആ മേഖലകളിൽ നമുക്ക് അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ ചില മേഖലകളിൽ നമുക്ക് നമ്മുടെ നാടിന് സഹായകരമായ ചില കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളതാണ്. പിന്നെ ഒരു ഫോർമലായിട്ടുള്ള അവിടെ പോയതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സംസ്ഥാനം നമ്മൾ ക്യൂബയിൽ പോയി അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരിച്ചവർ വരുമ്പോൾ കാണുന്നു, സംസാരിക്കുന്നു. അതോടൊപ്പം പരസ്പരം സഹകരിക്കാവുന്ന മേഖലകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യവും ചർച്ച ചെയ്യും. അങ്ങനെയാണ് ഇന്നത്തെ യോഗം. ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങൾ ആരോഗ്യമന്ത്രി പറഞ്ഞു. ധനകാര്യ മേഖല ക്യൂബയുമായിട്ട് എന്തായാലും ആ ചോദ്യത്തിന് തന്നെ വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ധനകാര്യ മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ ഓരോ രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം അവരുമായിട്ട് സഹകരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ, അത് ഏത് നല്ല സഹകരണവും ധനകാര്യ കാര്യങ്ങൾക്ക് ഗുണമുണ്ടാവുന്നതാണ്. നമ്മുടെ നാടിന് കൂടുതൽ മെച്ചമുള്ള ചികിത്സാ സമ്പ്രദായം കിട്ടുക, അല്ലെങ്കിൽ പിന്നെ ടൂറിസം ആയാലും അതേപോലെ തന്നെ സ്പോർട്സ് ആയാലും ഒക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മുടെ ആകെയുള്ള ഹെൽത്തിനെ ബാധിക്കും. ഈ മൊത്തത്തിലുള്ള ഹെൽത്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ ധനകാര്യ ഹെൽത്ത് നന്നാവും. അതാണ് അതിൻ്റെ ബന്ധം. മിനിസ്റ്റർ, മറ്റെന്തെങ്കിലും കൂടിക്കാഴ്ചകളുണ്ടോ? കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ധനമന്ത്രിയായിട്ടാണ് ഇപ്പോൾ വേറെ മീറ്റിങ്ങുകൾ വെച്ചിട്ടില്ല. ഇന്നിപ്പോൾ അതനുസരിച്ചിട്ട് വെച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ നമ്മളിവിടെ ഉണ്ട്. ബാക്കി നോക്കും. അന്നത്തെ CM-ന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ധനമന്ത്രാലയത്തിൽ നിന്ന് പിന്നെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അന്നത്തെ കൂടിക്കാഴ്ച വാസ്തവത്തിൽ ധനകാര്യം അതൊരു സാധാരണഗതിയിൽ കേന്ദ്ര സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തമ്മിൽ കാണുന്നത് ഒരു ഗുഡ് വിൽ ഗസ്റ്റർ എന്നുള്ളതാണ്. നമ്മൾ പൊതുക്കാര്യങ്ങൾ പറയും, അല്ലാതെ ഇന്ന അജണ്ട വെച്ച് മാത്രമല്ലല്ലോ. പൊതുവിൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷത്തെ സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്ക് അർഹമായി കിട്ടാനുള്ള നമ്മുടെ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ നിലവിലുള്ള FRBM ആക്ട് അനുസരിച്ചും ധനകാര്യ കമ്മീഷൻ അനുസരിച്ചും നമ്മുടെ സംസ്ഥാനത്തിന് വിതരണം ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കുറേയേറെ റിക്വസ്റ്റുകളുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ക്ലിയറായി വരുന്നുണ്ട്. അത് സാധാരണഗതി വരേണ്ടതാണ്. അപ്പോൾ അന്നത്തെ മീറ്റിംഗ് അങ്ങനൊരു പൊതുവിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റും കേന്ദ്രവുമായിട്ടുള്ള സഹകരണം അങ്ങനെയാണല്ലോ. അല്ലാതെ അതിൻ്റെ പേരിൽ പ്രത്യേക കാര്യങ്ങളെന്ന നിലയിലല്ല. അല്ല, പരസ്പരമായിട്ട് കാണുക എന്ന് പറയുമ്പോൾ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പൊതുവികസന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത്തരത്തില്ല. അല്ലാതെ ഒരു അജണ്ട വെച്ച് ഇന്ന കാര്യങ്ങളെന്ന നിലയിലെന്നാണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. വയനാട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ആ കൂടിക്കാഴ്ച. ധനമന്ത്രിയായിട്ട് ധനവിഷയങ്ങളായിരുന്നു. അല്ല, അന്ന് നിങ്ങളെ മുഖ്യമന്ത്രി പങ്കെടുപ്പിച്ചില്ല എന്നാണ് ചോദിക്കുന്നത്. അതൊന്നും പ്രതിപക്ഷം ചോദിച്ചിട്ടില്ല. നിങ്ങളതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നേ ഉള്ളൂ. പ്രതിപക്ഷം ഞാനന്ന് നിയമസഭയിലുണ്ടായിരുന്നു. അന്ന് നിയമസഭയിൽ പല കാര്യങ്ങളും, ബില്ലുകളും ധനകാര്യ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, സഭയിൽ ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ. അതാർക്കും സംശയമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. പൊതുവിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാകുമ്പോൾ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് വിവിധ വകുപ്പുകളായിട്ട് കാണാറുണ്ട്. അത്തരത്തിലൊരു കാര്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അന്ന് തന്നെ പറഞ്ഞതല്ലേ. നമുക്കെന്തായാലും സംസ്ഥാനത്തിന് ഈ ഘട്ടത്തിൽ മാർച്ച് മാസമാണല്ലോ നമ്മുടെ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അവരുമായിട്ട് സാധാരണ കണക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് കണക്കുകൾ ശരിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാനുണ്ട്. അതനുസരിച്ചിട്ട് കഴിഞ്ഞ ദിവസം 5,900 കോടിയുടെ നമുക്ക് കിട്ടാനുള്ളത് ഈ വർഷം കിട്ടാനുള്ളതാണ്. നമ്മുടെ ബാലൻസ് തേർഡ് ക്വാർട്ടറിൽ കിട്ടാനുള്ളത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പെർമിഷൻ വന്ന് നമ്മളത് എടുക്കുന്നു. ഇപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പണം കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റിസർവ് ബാങ്ക് വഴി എടുക്കുന്നതാണല്ലോ. ഇനി നമുക്ക് പവർ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിഫോംസിൻ്റെ ഭാഗമായിട്ട് 0.5% കിട്ടാനുള്ളതിൻ്റെയും ഇന്നൊക്കെ ഓർഡർ ആവുമെന്നാണ് കരുതുന്നത്. ഈ ദിവസങ്ങൾ ഓർഡർ ആവുമെന്നാണ് കരുതുന്നത്. ഏകദേശം അതിൻ്റെ കണക്ക് എല്ലാം സാങ്ഷനായി വരുമ്പോഴേ അറിയുള്ളൂ. വരുമ്പോൾ അതിനകത്ത് സാധാരണഗതിയിൽ 0.5%-നകത്ത് ചെറിയ വ്യത്യാസമൊക്കെ വരും. അത് കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വരും. അതിനൊന്നും അനവധിക ചർച്ച വളരെ ഗുണകരമായിരുന്നു പറയാം. അല്ല,
അത് സാധാരണഗതി കാണുന്നത് എന്താ ഏതായാലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടൊന്ന നിലയിലല്ല. പക്ഷേ പൊതുവിൽ സംസ്ഥാനം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും തിരിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും സംസാരിക്കുന്ന ഇടയ്ക്ക് നല്ലതല്ലേ. അത് അത്തരം കാര്യങ്ങളും